വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥയിൽ ഇന്ന് കോഴിക്കോടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശിനി ഫാത്തിമയാണ് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. ശക്തമായ കാറ്റിൽ മരം ഇലക്ട്രിക് ലൈനിലേക്ക് പൊട്ടിവീണായിരുന്നു അപകടം. മരം വീണ ശബ്ദം കേട്ട് പുറത്തുപോയ വീട്ടമ്മയ്ക്ക് മരം മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. കൊയിലാണ്ടിയിൽ നിന്ന് ശിവദാസ് കന്മനൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടായത്. അതായത് കൃത്യമായി തന്നെ KSEBയുടെ ഒരു അനാസ്ഥയാണ്. കാരണം നമുക്കറിയാം, ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും അപകടകരമായ രീതിയിൽ തന്നെ വൈദ്യുതി ലൈനുകളോട് ചേർന്ന് തന്നെ മരത്തിൻ്റെ ചില്ലകളൊക്കെ തന്നെയുണ്ട്. കൃത്യമായി പല ഇടങ്ങളിലും അത് വെട്ടിമാറ്റിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കുറുവങ്ങാട് എന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അപകടത്തിൽ ഫാത്തിമ എന്ന സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. ഈ വൈദ്യുതി ലൈനിലേക്ക് പൊട്ടി വീണ് അതിനുശേഷം ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഈ പുറകു വശത്താണ് അത് പൊട്ടി വീണത്. അങ്ങനെ ആ ഒരു വൈദ്യുതി ലൈനിൽ അവർ അറിയാതെ പോയി പിടിക്കുകയായിരുന്നു. കാരണം ഈ ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് വന്നതായിരുന്നു. ആ സമയത്ത് എന്താണ് എന്ന് അവർക്ക് വ്യക്തമായി തന്നെ അവർക്ക് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് വന്ന സമയത്ത് അതിൻ്റെ ഒരു കമ്പിൻ്റെ ഒരു ഭാഗത്ത് അവർ പിടിച്ച സമയത്ത് അവർക്ക് ഷോക്ക് ഏൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ഒരു ദാരുണമായ അപകടം ഉണ്ടായത്. മുൻപ് പലതവണ ഈ ഒരു മരം വെട്ടിമാറ്റാനൊക്കെ തന്നെ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായി അധികൃതർ ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു. എന്തായിരുന്നു ആ സമയത്ത് സംഭവിച്ചത്? ഞാനിവിടെ എത്തുമ്പോഴേക്ക് ബോഡി റോഡിലെത്തിയിട്ടുണ്ട്. അപ്പം ഷോക്കേറ്റിനെ കൊണ്ടുവന്ന് തന്നെ ശരിക്കും മരിച്ചിട്ടുണ്ട്. അങ്ങനെ ആംബുലൻസിൽ അവരും പോയി, ഞങ്ങൾ പുറകിൽ വണ്ടിയായിട്ട് പോയി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കൺഫേം ചെയ്തു, മരണം കൺഫേം ചെയ്തു. എങ്ങനെയായിരുന്നു ഒരു അപകടം ഉണ്ടായത്? അവിടെ ഈ ലൈന് ഇവർ മരം മാറ്റാൻ വേണ്ടി ശ്രമിച്ചതാണ് അവർ. അപ്പോൾ ലൈന് പിടിച്ചു പോയത്, ഓട്ടോമാറ്റിക് ലൈന് പിടിച്ചു പോയി. കുറച്ച് കാലമായിട്ട് ഇങ്ങനെ അപകടകരമായ രീതിയിൽ അത് കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞൊന്നുമില്ല. ആരും കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞില്ല. മുമ്പ് വീട്ടുകാരൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ വാക്കാൽ പറഞ്ഞിട്ടുള്ളൂ. രജിസ്റ്റർ ചെയ്ത് കംപ്ലൈൻറ്റ് കൊടുത്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കിയത്. എന്നിട്ടും അത് മാറ്റിയിട്ടൊന്നുമില്ല? ഇല്ല, മാറ്റിയിട്ടില്ല. ഇതാണ് നാട്ടുകാർ പറയുന്നത്. ആ വീട്ടുകാർ തന്നെ ഇവിടെ ഉണ്ട്. അവരുടെ മകൾ ഉണ്ട്, ഫൗസിയ മകളുണ്ട്. ആ സമയത്ത് എന്തായിരുന്നു അങ്ങനെ സംഭവിച്ചത്? എന്തായിരുന്നു? ഞാൻ വീട്ടിലില്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നുള്ളത്. പക്ഷെ മരം ലൈനുമ്പിലേക്ക് വീണപ്പോൾ ഉമ്മ ഓടിയതാ, ഒച്ച കേട്ടിട്ട്, സൗണ്ട് കേട്ടിട്ട് അപ്പുറത്തൂടെ വന്ന് ഇതിലേ വന്ന് അപ്പോൾ പിന്നെ തൊട്ട് പോയി. ഈ ലൈനിങ്ങനെ തൂങ്ങി അറ്റ് നിലത്ത് വീഴാനായിക്ക് അതിമ പിടിച്ചു പോയതാണ്. അപ്പോൾ വീണ സൗണ്ട് കേട്ടിട്ട് എൻ്റെ രണ്ടാമത്തെ അനിയത്തി ഓടി വന്നപ്പോൾ ഓള് വീണ് കിടക്കുന്നതാണ് കണ്ടത്. പിന്നെ ഓള് കരഞ്ഞപ്പോൾ അപ്പുറത്തുള്ള അയൽവാസികളൊക്കെ ഓടി വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ചൂലെടുത്ത് ഉണക്ക വടികളൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് ലാസ്റ്റ് ഒരു ചൂല് കിട്ടി. ചൂല് കൊണ്ട് അടിച്ച് വീഴ്ത്തി തള്ളിയിട്ടപ്പോൾ വീണ് അങ്ങനെ അതേപോലെ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. എല്ലാവരും ഞാൻ കണ്ടിട്ടില്ല, ഇവിടുന്ന് പറയുന്നുണ്ട് ഗുരുതര ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, അവിടുന്ന് കോളേജിലേക്ക് കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിലേക്ക്. പിന്നെ അവിടുന്ന് മരണം സംഭവിച്ചത്. ഈ ലൈൻ കമ്പി ഇങ്ങനെ കുറച്ച് കാലമായിട്ട് അങ്ങനെ അതിനോട് ചേർന്ന മരമൊക്കെ ഇങ്ങനെ കുറച്ച് കാലമായിട്ട് അപകടകരമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ഇല്ലേ? പരാതി കൊടുത്തിരുന്നു. തണലാണല്ലോ അത്, ഒരു മരോ, അതുകൊണ്ടാണ് അത്. പിന്നെ ലൈനിൻ്റെ പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ അങ്ങനത്തെ ഒരു സാമ്പത്തിക ശേഷിന്റെ ഇതുകൊണ്ട് പരാതി കൊടുത്തിട്ടില്ല. മരം ഇങ്ങനെ അപകടകരമായ രീതിയിൽ നിൽക്കുന്നത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് പിന്നെ ഓരോടും ഞങ്ങൾ പറയും, ആ കൊമ്പും ചില്ലകളൊക്കെ ഒന്ന് വെട്ടിയിട്ട് മാറ്റാനൊക്കെ പറയും, ഒരു തണലല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഒരു പ്രതീക്ഷിച്ചിട്ടില്ല ആരും ഇതിങ്ങനെ സംഭവിക്കും എന്നുള്ളത്. ഇതാണ് വീട്ടുകാർ പറയുന്നത്. ഇങ്ങനെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ മഴക്കാലം വരുമ്പോൾ ആ മുന്നറിയിപ്പുകളെ ഒന്നും അവഗണിക്കാതെ കൃത്യമായി അതിന് പരിഹാര നടപടികൾ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ ഒരു ദാരുണമായ ഈ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു. അത് ചെയ്തില്ല. എന്തായാലും വീണ്ടും സംസ്ഥാനത്ത് ഷോക്കേറ്റുള്ള ഒരു മരണം കൂടി ഉണ്ടായിരിക്കുകയാണ്.